ഫോട്ടോ ഒന്നും കിട്ടൂലേ, ഡാർക്കാണ്. ഇങ്ങോട്ട് വാ, ഒരു അടിപൊളിയേ. മണ്ണിച്ചിത്രത്താഴമഴി അങ്ങല്ലേ, വെറുതെ പുതിയൊരു തം സരസസുന്ദരി. അപ്പോൾ ഋഷികേശ് എത്തി. നമ്മൾ ബീച്ചിൽ സെഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 3 to 4 കിലോമീറ്റർ സെഷനിലേക്ക് ഇപ്പോൾ നമ്മൾ ബീച്ചിൽ സെഷനിൽ എത്തിയപ്പോണ്ടല്ലോ. ആശ്രമം തുറന്നില്ല, 10 മണിയാവും തുറക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ അവിടെ പോസ്റ്റ് ആയിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് അടുത്തുള്ള ഏതോ ഒരു കാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുലി തിന്നിട്ടായിരിക്കും. അതായില്ല, കൊറേ ഉണ്ടല്ലോ. തലയോട്ടിയൊക്കെ ഉണ്ടോ? അതാ എന്തത്? മാനിന് അത്ര വലിയ തലയോ? ആയിക്കോട്ടെ. അങ്ങനെ കാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ഒരു പുഴന്റെ തീരത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സമയമായില്ല ആശ്രമം തുറക്കാൻ. അപ്പൊ ഇങ്ങനെ സമയം കളയാൻ വേണ്ടി ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ വേറൊരു പക്ഷി കാണുന്നുണ്ട് അപ്പുറത്ത്. ഞാൻ കുറച്ചങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. നാട്ടിലൊന്നും കാണാത്തൊരു പക്ഷി ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട്. അതിൻ്റെ അടുത്ത് പോകുമ്പോ അതാ പറഞ്ഞു. അയ്യോ, ഓറഞ്ചും ബ്ലാക്കും വൈറ്റും ആയ പക്ഷിയാണ്. കാത്തിരുന്ന് ആശ്രമം ഓപ്പൺ ആയിട്ടുണ്ട്. കേറി നോക്കട്ടെ. കേറണില്ല, കേറുന്നില്ല. എന്നാ കേറ്. ഇവിടെ താമസിക്കാൻ പോവാ. നമ്മള് ലഗേജ് ഒക്കെ ഇവിടെ വെച്ച് പോയായിരുന്നു. അവിടെ വെച്ചാ പോരോ, എടുക്കണ്ടല്ലോ. വടിയും കുത്തി നടക്കാൻ പോവാ. ഏറ്റവും ചെറുതാക്കി ടിക്കറ്റ് എടുത്ത് കേറി നടന്നോണ്ടിരിക്കുക. ജനലോ? ഇത് അല്ല, ഈ സ്വാമിമാരിങ്ങനെ ഇരിക്കണ സ്ഥലം. വീടോ? സെറ്റപ്പ് വീട്. ഫ്ലാഷ് അടിക്കോ?
ഇറങ്ങി എന്താ പൊളിഞ്ഞ ചിലപ്പോ ഇവിടുന്ന് വീഴാൻ സാധ്യത ഉണ്ട്. ഓ ഇത് താഴ്ന്ന എൻട്രൻസ് ഉണ്ട്. ഇത് ടൂറിസ്റ്റിന്റെ എന്തെങ്കിലും സംഭവമായിരിക്കണം അല്ലെങ്കിൽ. പക്ഷെ ടൂറിസ്റ്റ് ആണെങ്കിൽ ഇപ്പം പുറത്തുനിന്ന് നോക്കാം. കുഞ്ഞു വീട് പോലത്തെ ഉണ്ടോ സ്റ്റെപ്പും 2 നില വീടാണല്ലേ. ഇങ്ങനത്തെ കൊറേ കുഞ്ഞു കുഞ്ഞു വീടുണ്ട്. ഇപ്പൊ പറ. ഇത് 1960-70 കാലത്ത് ഇന്റർനാഷണൽ അക്കാദമി ഓഫ് മെഡിറ്റേഷൻ അതിനുവേണ്ടി രൂപീകരിച്ചാണ്. അപ്പൊ മഹർഷിമാർക്കൊക്കെ വളരെ എന്താ പറയാ ലളിത ജീവിതം അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ അത് ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട്, മാതൃകയാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു എന്താ പറയാ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു തച്ചുശാസ്ത്ര രീതിയിൽ പണിതിട്ടുള്ള സംഭവമാണ്. മഹർഷി മഹേഷ് യോഗിയുടെ കീഴില് കൂട്ടിപ്പോയതായിരിക്കണമല്ലോ. ആവുമല്ലോ. ഇവിടെ ഉണ്ടല്ലോ പോസ്റ്റ് ഓഫീസ് വരെ ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉള്ളൊരു സ്ഥലമായിരുന്നു. പണ്ട് വില്ലേജോ മറ്റായിരിക്കാൻ സാധ്യത ഉണ്ട്. കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ക്യാൻറ്റീൻസ് ഉണ്ട്. അതിപ്പോൾ ഉണ്ടാക്കിയതായിരിക്കും. ഇപ്പോൾ പണ്ട് പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടെന്ന് പറയുമ്പം അത്യാവശ്യം എന്ത് ഇവിടെ എന്തോ ഏൽപ്പിച്ചിരിക്കും. ഓ ഇവർക്ക് ഫുൾ സെറ്റപ്പും ഒരുക്കി വെച്ചൊരു സ്ഥലമായിരുന്നു മഹർഷിമാർക്ക്. കിച്ചണാണ് ഉള്ളൂ. അത്യാവശ്യം വലിയ കിച്ചൺ. ഇവിടെ മൊത്തം ആരോ ചിത്രം വരച്ച് വെച്ചിരിക്കുന്നു. ഗസ്റ്റിനൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പഴയ ബിൽഡിംഗ്. മേലൊക്കെ എങ്ങനെയാ കേറാ ഉണ്ടോ? സ്ലിപ്പാണ്, അങ്ങോട്ട് വേണ്ട. ഇല്ല, അതിന്റെ മേലെ ഇരിക്കാൻ പറ്റുമോ? ഇത് ഹോളാ. തല അടച്ച പോലെ പെട്ടെന്നുണ്ട് കാണുന്നത്. മെഡിറ്റേഷൻ സാമ്പിൾസ് ലോക്കൽ റോക്ക് ട്രീ ഷാംപൂ. അത് നമ്മുടെ ഇവിടുത്തെ നദിയുടെ കല്ലുകൾ വെച്ച് ഉണ്ടാക്കിയെന്നറിയാം. ഓരോ ചാമ്പേഴ്സും ഡിഫറെന്റ് ക്ലാസിക് യോഗ, അതായത് ഓരോ പോസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഓരോ ഷേപ്സ് നമ്മൾ ചെയ്യുന്നവരോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. whole range of human life. ഇത് അണ്ടർഗ്രൗണ്ടാ ആണല്ലേ. വെളിച്ചത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പക്ഷേ
ഇങ്ങനത്തെ കൊറേ റൂംസ് സിമെന്റാ. ഓരോരുത്തർക്കും ഓരോ മൂവിയല്ലേ. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എക്സാക്ട് റൂട്ടൊന്നും അറിയണ്ട, അറിയുന്ന വഴിക്കൂടെ അങ്ങ് ഇറങ്ങി പോവാ. രാത്രി എന്നിട്ട് ദേ നടക്കാം. മറ്റേ ഉള്ളി പോടോ. എല്ലാതിൻ്റെ ഉള്ള ഒരു സെയിം സ്ട്രെസ്. ഒന്നിന്റെ ഉള്ളിൽ പോവാലോ. ഇത് നേരത്തെ കണ്ട പോലത്തെ. ഇവിടെ നിന്ന് വീഡിയോ നിർത്താന്ന് വിചാരിക്കും, പക്ഷെ പിന്നെയും കാഴ്ചകളാണ്. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീറ്റിൽസ് ആശ്രമം മൊത്തം കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാണ്. പൊളിയാട്ടോ ഉള്ളിൽ. ഇവിടെ എൻട്രി ഫീ ഉണ്ട് 150 സ്റ്റുഡൻസിന് 75 ഒക്കെ. പക്ഷെ ടിക്കറ്റ് എടുത്ത് കാണാൻ മാത്രമുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത നോക്കട്ടെ എങ്ങോട്ടേക്കാന്ന്. അങ്ങനെ നമ്മൾ ബീറ്റിൽസ് ആശ്രമം ഇറങ്ങി ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ച് നെക്സ്റ്റ് പട്ന ഫാൾസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ടാക്സി ഒക്കെ ഉണ്ട് പോവാൻ. പക്ഷെ നമ്മൾ ഒരു അഡ്വഞ്ചർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കയ്യിൽ പൈസ കുറവായതുകൊണ്ടും നടക്കാൻ തീരുമാനിച്ചു. ഒരു 5 to 6 കിലോമീറ്റേഴ്സ് ഉണ്ട് നടക്കാൻ. നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും വേണ്ടി കുറച്ച് അയ്യടാ. അയ്യോ ഇത്രയും ഇതിൽ പപ്പായ മാത്രമേ ഉള്ളൂ. 10 രൂപയേ ഉള്ളൂ കേട്ടോ. അല്ല നല്ല മധുരം കുറച്ച് പപ്പായ. വത്തക്ക ആയിരുന്നു പോയ വത്തക്ക. ഓൾമോസ്റ്റ് എത്താനായിട്ട് റോഡൊക്കെ മാറി കാട്ടിന് പോകും. 5 കിലോമീറ്റർ ഒന്നല്ല കേട്ടോ. 5+ പിന്നെ ഒരു 7 കിലോമീറ്റേഴ്സ് കൂടിയുണ്ട്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അടാ വാട്ടർഫാൾ എത്തിക്കണ്ടോ. അമ്പു വീഡിയോയിലപ്പോൾ ക്ലിയർ ഇല്ലെങ്കിലും കാണാൻ പൊള്ളിയാണ്. ഹാപ്പി ന്യൂ ഇയർക്ക് കെട്ടി തൂക്കിയിരിക്കുന്നു. എൻ്റെ മോനെ तो होगी पर ठंड तो लगेगी ना। अगर तुम कोई दिन बाहर से लागे तो 5 साल की अभी छोटी सी। അവിടെ ഇല്ല. तो 5 साल की तो है, 5 साल से 10 साल में हो जाएगी सीधी। സാധനത്തിന്റെ അടുത്ത് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കട്ടെ.
गैस अपने खाना मैगी करना है पुरानी याद है इतनी सिनेमा का नोवेड मैगी कितने ये इसमें कितना गैस होता है? 3 hours 3 घंटा का 3 घंटे का 3 घंटा का गैस में कितने का आता है ये? മാഗി കഴിക്കാൻ വേണ്ടി മാഗി ഉണ്ടാക്കി നമ്മളടുത്ത് അത്ര കിടക്കണേ നന്നായി. ഇവരെ വീട്ടിലേക്ക് വിളിച്ചില്ല? വീട്ടിൽ വിളിച്ചില്ല? ഉറങ്ങി രാവിലെ എണീച്ചു. വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്ലീപ്പിംഗ് ബാഗ് കയറി ഇല്ലാതെ കിടന്നുറങ്ങി. അപ്പൊ ഇനി നെക്സ്റ്റ് എങ്ങോട്ടാന്ന് തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ നടന്നുകൊണ്ട് ആലോചിക്കാം. ഓക്കെ ടാറ്റാ.